Hello students, welcome back to my channel NCERT Malayalam. In today's class, we will be discussing the life process class 10 NCERT biology first chapter 10th standard. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്രീഷൻ ഇൻ ആനിമൽസ് ആണ്. ന്യൂട്രീഷൻ ഇൻ ആനിമൽസിൽ വി വിൽ ബി ഫോക്കസിംഗ് ഓൺ ഹ്യൂമൻ ബീങ്സ്, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡിഫറെന്റ് എൻസൈംസ്, ഹൗ ഹ്യൂമൻ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ അവർ ബോഡി എക്സെട്ര. സോ ലാസ്റ്റ് ക്ലാസ്സിലെ സെഷൻ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സസ് കാണണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ മൂവിംഗ് ഓൺ ടു അവർ ക്ലാസ്. Dear students, in today's class we are going to discuss class 10 NCERT Science Chapter 1 Biology Life Process second part, that is the digestive system. So human beings are complex animals which have a complex digestive system. The human digestive system is composed of an alimentary canal and some accessory glands. The alimentary canal is divided into several parts like esophagus, stomach, small intestine, large intestine, rectum and anus. Salivary gland, liver and pancreas are the accessory gland which lie outside the alimentary canal. So human beings in the ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. എന്തൊക്കെയാണ് അതുകൊണ്ട് കോംപ്ലക്സ് എന്ന് പറയാൻ കാരണം? ഒരു എലിമെൻ്ററി കനാലും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ എലിമെൻ്ററി കനാലിൻ്റെ പാർട്സ് ആണ് എന്തൊക്കെയാണ്? നമ്മുടെ കോമൺ പാർട്സ് ആയിട്ടുള്ള ഈസോഫാഗസ്, അത് പിന്നെ സ്റ്റൊമക്ക്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, എയ്നസ് എക്സെട്ര. അപ്പോൾ ആക്സസറി ഗ്ലാൻഡ്സ് എന്താണ്? സപ്പോർട്ടിംഗ് ഗ്ലാൻഡ്സ് അല്ലേ. ഇപ്പം നമ്മുടെ ഈ ഡൈജഷൻ നടക്കാൻ വേണ്ടിയിട്ട് സ്റ്റൊമക്കും അതുപോലെ തന്നെ എലിമെൻ്ററി ട്രാക്റ്റ് ആയിട്ടുള്ള ഈസോഫാഗസ് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെ വേണം? സലൈവറി ഗ്ലാൻഡ് വേണം അല്ലേ. അതായത് നമ്മുടെ സലൈവ പ്രൊഡ്യൂസ് ചെയ്യാൻ സലൈവറി ഗ്ലാൻഡ് വേണം. ലിവർ, ബൈൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ലിവറൊക്കെ വേണം. അതുപോലെ തന്നെ പാൻക്രിയാസ് ഒക്കെ വേണം. പാൻക്രിയാറ്റിക് ജ്യൂസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എവിടെ കിടക്കുന്നത്? ആക്സസറി ഗ്ലാൻഡ്സ് ഒക്കെ. അതായത് എലിമെൻ്ററി കനാലിൻ്റെ ഔട്ട് സൈഡിലാണ് ഈ പറയുന്ന ആക്സസറി ഗ്ലാൻഡ്സ് ഒക്കെ കിടക്കുന്നത്. സോ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻ ഡീറ്റെയിൽ. ഒരു ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്തൊക്കെയായിരുന്നു വേണ്ടിയിരുന്നത്? യെസ്, എലിമെൻ്ററി കനാലും അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആക്സസറി ഡക്ട്സും അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയും. സോ വാട്ട് ഈസ് എൻ എലിമെൻ്ററി കനാൽ? ഇറ്റ് കംപ്രൈസസ് ഓഫ് മൗത്ത്, esophagus, stomach, small intestine and large intestine. Associated glands. Main associated glands are salivary gland, gastric glands, liver and pancreas. Once more, ഏതൊക്കെയായിരുന്നു അസോസിയേറ്റഡ് ഗ്ലാൻഡ്സ് ഒക്കെ? സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, ഗാസ്ട്രിക് ഗ്ലാൻഡ്സ് ഉണ്ട്, ലിവർ ഉണ്ട്, പാൻക്രിയാസ് ഉണ്ട്. സലൈവറി ഗ്ലാൻഡ്സ് സെക്രീറ്റ് സലൈവ അല്ലേ. സലൈവറി ഗ്ലാൻഡ്സിനകത്താണ് സലൈവ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സലൈവയാണ് ഫുഡിനെ സ്ലിപ്പറി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ വിഴുങ്ങാൻ വേണ്ടി നല്ല ഹെൽപ്ഫുള്ളാണ്. സലൈവ മേക്സ് ദ ഫുഡ് സ്ലിപ്പറി വിച്ച് മേക്സ് ഇറ്റ് ഈസി ടു സ്വാലോ ദ ഫുഡ്. സലൈവ ഓൾസോ കണ്ടെയ്ൻസ് ദ എൻസൈം കോൾഡ് salivary amylase or tyalin, that is PTYALIN. Tyalin, salivary amylase digests starch and converts it into sucrose, maltose, etc. അപ്പോൾ സലൈവറി ഗ്ലാൻഡ്സിൽ പറയുന്നത് നമ്മളത് എന്ത് സെക്രീറ്റ് ചെയ്യും? സലൈവ സെക്രീറ്റ് ചെയ്യും. ഇത് ഫുഡിനെ എന്താക്കും? സ്ലിപ്പറി ആക്കിയിട്ട് നല്ല നല്ല രീതിയിൽ നമുക്ക് സ്വാലോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ സലൈവയിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത്? സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടയാലിൻ എന്ന് പറയും. ഇതാണ് നമ്മുടെ മൗത്തിനകത്ത് തന്നെ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ ഫസ്റ്റ് ടേക്സ് പ്ലേസ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം. വൺസ് മോർ, വാട്ട് ഈസ് ദിസ് കോൾഡ്? സലൈവറി amylase or tyalin. മറന്നു പോരുത്. അതാണ് സ്റ്റാർച്ചിൻ്റെ മുകളിൽ ആക്ട് ചെയ്തിട്ട് സ്റ്റാർച്ചിനെ എന്താക്കും? സുക്രോസ്, മാൾട്ടോസ് ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിക്കുന്നത് എന്താണ്? മൗത്തിൽ എന്താവും? നമ്മുടെ ഫുഡ് ഇൻടേക്ക് ആകും. ടീത്ത് വെച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ചൂ ചെയ്യുക, ഫുഡ് ചെയ്യും. ഇനി അതിനുശേഷം ടങ്ക് എന്ത് ചെയ്യും? ഇങ്ങനെ റോൾ ചെയ്യാനും ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടി. കാരണം നമ്മുടെ ടങ്കിനകത്ത് എന്തുണ്ട്? ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ നമ്മളെ ചവച്ച് ഇങ്ങനെ കുഴയ്ക്കാനൊക്കെ ആണ് സഹായിക്കുന്നു, ടങ്ക് സഹായിക്കുന്നു. അതിനുശേഷം സലൈവറി ഗ്ലാൻഡിൻ്റെ ആക്ഷനായി അതെന്ത് ചെയ്യുന്നു? സ്വാലോ ചെയ്യുന്നു അല്ലേ. സ്ലിപ്പറി ആക്കിയിട്ട് സ്വാലോ ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡിനെ പുഷ് ചെയ്യാൻ സഹായിച്ചിട്ട് അതിൻ്റെ കൂടെ മ്യൂക്കസ് സലൈവൊക്കെ കൂടി ചേർത്തിട്ട് സ്റ്റാർച്ചിനെ എന്താക്കും? നമ്മുടെ മാൾട്ടോസ് ആക്കും അല്ലെങ്കിൽ ഷുഗർ ആക്കി മാറ്റും. എന്തിൻ്റെ പ്രസൻസിൽ? ദ എൻസൈം വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ മൗത്ത് ഇസ് കോൾഡ് ഓർ സലൈവ ഇസ് കോൾഡ് salivary amylase or tyalin. Very important. Now next part is that is the esophagus.
esophagus taking from the food to mouth to stomach by peristaltic movement. അപ്പോൾ നമ്മുടെ ആദ്യം വായയ്ക്ക് ശേഷം എന്തായി, വയറെത്തി. വയറിൻ്റെയും വായയുടെ ഇടയ്ക്കുള്ള ഒരു ട്രാക്റ്റിനാണ് നമുക്ക് എന്ത് പറയാം, ഈസോഫാഗസ്. അതിലൂടെയാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴി ഫുഡ് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ പെരിസ്റ്റാൾസിസ് എന്ന് പറയാം? അതായത് ദാറ്റ് ഈസ് ദ rhythmic contraction of muscles of the lining of alimentary canal to push the food forward. എലമെൻ്ററി കനാലിലെ ലൈനിങ്ങിലുള്ള മസിൽസ് എന്ത് ചെയ്യും, ഇങ്ങനെ ഋതമായിട്ട് കൺട്രാക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫുഡ് മുന്നിലോട്ട് അല്ലെങ്കിൽ താഴേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ദാറ്റ് ഈസ് കോൾഡ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റിംഗ്, rhythmic contraction of muscles of the lining of alimentary canal to push the food forward. Next is about the big structure, that is the stomach. അല്ലേ, സ്റ്റൊമക്ക് എന്താണ്? ഇറ്റ് ഈസ് ലൈക്ക് എ ബാഗ് ലൈക്ക് ഓർഗൻ അല്ലേ, ഒരു ബാഗ് പോലത്തെ ഓർഗനാണ്. നിങ്ങളൊക്കെ കുറേ എലിമെൻ്ററി ട്രാക്റ്റിൻ്റെ അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാകും. സ്റ്റൊമക്ക് ഈസ് ലൈക്ക് എ ബാഗ് ലൈക്ക് ഓർഗൻ. ഹൈലി മസ്കുലർ വാൾസ് ഓഫ് ദി സ്റ്റൊമക്ക് ഹെൽപ്സ് ഇൻ ചേർണിങ് ദി ഫുഡ് അല്ലേ. അതായത് ഒരു മസ്കുലർ വാൾസിൽ പ്രസൻ്റ് ആയിട്ടുള്ള സ്റ്റൊമക്കിനകത്ത് അതിവിടെയാണ് എന്ത് നടക്കുന്നത്, ചേർണിങ് ഓഫ് ഫുഡ് നടക്കുന്നത് അല്ലേ. നല്ല രീതിയിൽ ഫുഡ് മിക്സപ്പ് ഒക്കെ നടക്കുന്നത് അവിടെയാണ്. ദ വോൾസ് ഓഫ് ദ സ്റ്റൊമക്ക് സെക്രീറ്റ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചേർണിങ് ഓഫ് ഫുഡ് നടക്കുന്നത്? സ്റ്റൊമക്കിൻ്റെ വോൾസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യും. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ്സ് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള എല്ലാ ജേംസിനെയൊക്കെ എന്ത് ചെയ്യും? കില്ല് ചെയ്യും അല്ലേ. ആസിഡ് ആണെന്നറിയാം. അപ്പോൾ സ്റ്റൊമക്ക് എന്ത് ചെയ്യും? അതിനകത്തുള്ള ഫുഡിനകത്തുള്ള നമ്മുടെ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജേംസിനെയൊക്കെ കില്ല് ചെയ്യാൻ സഹായിക്കും. അതുകൂടാതെ തന്നെ അതൊരു എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ആക്ട് ആസ് എ മീഡിയം ഇൻസൈഡ് ദ സ്റ്റൊമക്ക് ആസ് ആസിഡിക് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയതുകൊണ്ട് സ്റ്റൊമക്കിനകത്തുള്ള pH എന്താക്കും, അല്ലെങ്കിൽ അത് ആസിഡിക് pH ആയിട്ട് മാറ്റും. ഈ ആസിഡിക് മീഡിയമാണ് ഗ്യാസ്ട്രിക് എൻസൈംസിന് ഇങ്ങനെ നിന്ന് പോകാനുള്ള ഒരു ഫോം അല്ലെങ്കിൽ നിന്ന് പോകാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നത്. So this acidic medium is necessary for gastric enzymes to work. The enzyme pepsin secreted in the stomach does partial digestion of the protein അല്ലേ. നമ്മുടെ സ്റ്റൊമക്കിനകത്ത് കാണുന്ന വേറൊരു എൻസൈമാണ് അല്ലെങ്കിൽ സ്റ്റൊമക്ക് സെക്രീറ്റ് ചെയ്യുന്നൊരു എൻസൈമാണ് പെപ്സിന്. ഈ പെപ്സിൻ്റെ പി പോലെ തന്നെ അത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്? പാർഷ്യൽ ഡൈജഷൻ ഓഫ് പ്രോട്ടീൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദ മ്യൂക്കസ് സെക്രീറ്റഡ് ബൈ ദി enzyme pepsin which is secreted by the stomach does partial digestion of protein. അപ്പോൾ പ്രോട്ടീൻ്റെ ഡൈജഷനെ സഹായിക്കുന്നത് നമ്മുടെ സ്റ്റൊമക്കിനകത്ത് സെക്രീറ്റ് ചെയ്യുന്ന എൻസൈം ആയിട്ടുള്ള പെപ്സിനാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി മ്യൂക്കസ്. മ്യൂക്കസ് is secreted by the walls of stomach and saves the lining epithelium of the stomach from getting damaged from hydrochloric acid. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സ്റ്റൊമക്കാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുമ്പോൾ എന്താണ്ടാവുക? സ്റ്റൊമക്കിൻ്റെ വോൾ മൊത്തം എന്താവും? അസിഡിക് ആവും അല്ലേ. അപ്പോൾ എന്തുണ്ടാകും? പെർഫോറേഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യുന്ന ആരാണ്? മ്യൂക്കസ് ആണ്. മ്യൂക്കസ് എന്ത് ചെയ്യും? അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ ഡാമേജ് ഫ്രം ദി ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ദാറ്റ് what all the things that are produced or secreted by the gastric gland, that is the stomach. So stomach contains various gastric glands. So pepsin, which is an enzyme which breaks down the protein, we have already discussed. Next is that HCl. HCl എന്ത് ചെയ്യും? It makes the medium acidic. Then mucus, that is the protein's inner lining of the epithelium അല്ലേ. mucus എന്ന് പറയുമ്പോൾ inner lining of epithelium produce ചെയ്യുന്ന proteins ആണ് which balances the ഡാമേജ് ഫ്രം ദി ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഡാമേജിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് മ്യൂക്കസ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി പാൻക്രിയാസ്. പാൻക്രിയാസിനെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പാൻക്രിയാസ് ഇസ് സിറ്റുവേറ്റഡ് ബിലോ ദ സ്റ്റൊമക്ക്. പാൻക്രിയാസോടെ സിറ്റുവേറ്റ് ചെയ്യുന്നത് സ്റ്റൊമക്കിൻ്റെ താഴെയാണ്. അപ്പോൾ ഇറ്റ് സെക്രീറ്റ്സ് പാൻക്രിയാറ്റിക് ജ്യൂസ് വിച്ച് കണ്ടെയ്ൻസ് മെനി ഡൈജസ്റ്റീവ് എൻസൈം. സോ പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. കുറേ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെ കാണിക്കുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനൽ എൻസൈംസ് എന്ത് ചെയ്യും? നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ മുകളിലും ഫാറ്റ്സിൻ്റെ മുകളിലും പ്രോട്ടീൻസിൻ്റെ മുകളിലൊക്കെ ആക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനകത്ത് നമുക്ക് വില്ലൈ ഉണ്ട്. വില്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? അബ്സോർപ്ഷൻ ഓഫ് ഫുഡിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ത് ചെയ്യും? അത് ഓരോ സ്ഥലത്തു നിന്ന് ഓരോരോ കണ്ടൻസ് റിസീവ് ചെയ്യും. അതായത് ലിവറിനകത്ത് നിന്ന് ബൈലും പാൻക്രിയാസിനകത്ത് നിന്ന് പാൻക്രിയാറ്റിക് ജ്യൂസും റിസീവ് ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ സിഗ്നിഫിക്കൻസ് വന്നത്.
പാൻക്രിയാറ്റിക് ജ്യൂസിനകത്ത് എന്തൊക്കെയുണ്ട്? ട്രിപ്സിനും ഉണ്ട്, ലിപ്പേസും ഉണ്ട്. അപ്പോൾ ട്രിപ്സിൻ ആൻഡ് ലിപ്പേസ് ആർ ഫൗണ്ട് ഇൻ പാൻക്രിയാറ്റിക് ജ്യൂസ് വിച്ച് ഇസ് സെക്രീറ്റഡ് ബൈ ദി പാൻക്രിയാസ്. അപ്പോൾ അതെന്താ സംഭവിക്കുന്നത്? ട്രിപ്സിന് പ്രോട്ടീൻസിനെ പെപ്റ്റോൺസ് ആക്കി മാറ്റും. പ്രോട്ടീൻസിനെ എന്താക്കി മാറ്റും? പെപ്റ്റോൺസ്. ദെൻ trypsin acts on proteins to produce peptones. Next is about the second one, that is the lipase. Lipase എന്ത് ചെയ്യുന്നുണ്ട്? As the name suggests, it converts fats into glycerol and fatty acids. അപ്പോൾ ഫാറ്റ്സിനെ ഗ്ലിസറോൾ എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഗ്ലിസറോൾ ആക്കി മാറ്റുന്നുണ്ട്, ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തുള്ള എൻസൈംസിൻ്റെ ഒരു ഫങ്ഷൻസ് ഒക്കെ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ്. നമ്മൾ പറഞ്ഞു ഈ പറയുന്ന ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് ടോട്ടൽ ഓവറോൾ ആയിട്ടുള്ള ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ബൈൽ ആൻഡ് പാൻക്രിയാറ്റിക് ജ്യൂസ് ഗോ ടു ദ ഡുവോഡിനം ത്രൂ എ ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ്. ദ ബൈൽ ബ്രേക്സ് ഡൗൺ ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്. അപ്പോൾ ഇത് ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റിലേക്ക് ഇതെന്ത് ചെയ്യും? ഈ ബൈൽ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും എത്തിക്കും. അപ്പോൾ നമ്മുടെ പേരിന് എന്തുണ്ട്? ഹെപ്പാറ്റോ മീൻസ് എന്താണ്? നമ്മുടെ ബൈലുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ ലിവറുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ടാവും അതിനകത്ത്. ബൈൽ ബ്രേക്സ് ഡൗൺ ഫാറ്റ്സ് ഇൻ ടു സ്മോളർ പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഫാറ്റ്സിനെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ആക്കിയിട്ട് ബൈൽ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞെന്താ? പാൻക്രിയാറ്റിക് ജ്യൂസിനകത്തുള്ള ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം ആ ഫാറ്റ്സിനെ ഗ്ലിസറോളാക്കി കൺവേർട്ട് ചെയ്യും. ഇവിടെ ബൈൽ എന്ത് ചെയ്യും? നമ്മുടെ ഫാറ്റ്സിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ദ എൻസൈം ലിപ്പേസ് ഡൈജസ്റ്റ് ഫാറ്റ് ഇൻ ടു ഫാറ്റി ആസിഡ്സ് ആൻഡ് ഗ്ലിസറോൾ. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ലിപ്പേസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ട്രിപ്സിന് നേരിട്ട് എന്ത് ചെയ്യില്ല? ഈ നമ്മുടെ പ്രോട്ടീൻസിനെ പെപ്റ്റോൺസ് ആക്കി മാറ്റില്ല. അവരെന്ത് ചെയ്യും? ട്രിപ്സിനും ഉണ്ട്, കൂടെ കൈമോട്രിപ്സിൻ തന്നെ എൻസൈംസും ഉണ്ട് നമ്മുടെ പ്രോട്ടീൻസിനെ അമിനോ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഗ്ലൂക്കോസ് ആയിട്ട് ഡൈജസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ മൗത്തിനകത്തുള്ള സലൈവറി അമൈലേസ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ദ മേജർ പാർട്ട് ഓഫ് ദി ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഡുവോഡിനം. ഇപ്പോൾ ഡുവോഡിനകത്താണ് മേജർ പാർട്ട് ഓഫ് ഡൈജഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെയാണ് ബൈൽ ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും ഒരുമിച്ച് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ബിഗ്ഗർ സെക്ഷൻ ഓഫ് ഡൈജഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നു എന്ന് പറയാൻ തന്നെ കാരണം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി നോൺ ഡൈജഷൻ ടേക്സ് പ്ലേസ് ഇൻ ജെജുനം. അപ്പോൾ ഡുവോഡിനത്തിനകത്ത് നല്ല ഹെവി ഡൈജഷൻ നടക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഇനി എന്താണ് ജെജുനത്തിൻ്റെ അവസ്ഥ? ജെജുനത്തിനകത്ത് ഡൈജഷൻ നടക്കുന്നുണ്ടോ നോക്കാം. നോ, ഇല്ല. The inner lining or inner wall in the ileum is projected into numerous finger-like structures called villi. അപ്പോൾ villi ആണ് ഈ പറയുന്ന ഇലിയത്തിൻ്റെ ഇന്നർ വാളിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതെന്താകും? villi increases the surface area inside the ileum so that maximum absorption takes place here. അപ്പോൾ വില്ലൈ കാരണമാണ് അവിടെ കൂടുതൽ ജെജുനത്തിനകത്ത് കൂടുതൽ എന്ത് ചെയ്യുന്നത്? അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ദർ ഇസ് നോ ഡൈജഷൻ ടേക്സ് പ്ലേസ്. ഡൈജഷനൊക്കെ ഇവിടെ നടന്നു, നമ്മുടെ ഡുവോഡിനത്തിനകത്ത് നടന്നു. അപ്പോൾ ജെജുനത്തിനകത്ത് എത്തിയപ്പോൾ അവിടെ എന്താ നടക്കാൻ പോണതിന്? അബ്സോർപ്ഷനാണ്. അതിനാരാ സഹായിക്കുന്നത്? വില്ലയാണ്. വില്ലൈ ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഇൻസൈഡ് ദ ഇലിയം സോ ദാറ്റ് ഒപ്റ്റിമം മീൻസ് മാക്സിമം അബ്സോർപ്ഷൻ എന്ത് ചെയ്യും? ടേക്സ് പ്ലേസ് ചെയ്യും. മോറോവർ കൂടാതെ എന്ത് ചെയ്യും? വില്ലായി എന്ത് ചെയ്യും? ലൂമൻ ഓഫ് ദ ഇലിയം റെഡ്യൂസ് ചെയ്തിട്ട് അത് കുറേ നേരം ഫുഡിനെ ഇങ്ങനെ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് മാക്സിമം എന്താക്കും? അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? മാക്സിമം എനർജി ആയിരിക്കും. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് വില്ലയുടെ ഫംഗ്ഷൻസ്? ഓൺ ദ വില്ലൈ ഇൻക്രീസസ് ദ സർഫസ് ഏരിയ ഇൻസൈഡ് ദ ഇലിയം സോ ദാറ്റ് maximum or optimum absorption takes place here. Next is that villi also reduces the lumen of the ileum so that food can stay for a longer duration of time. ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് അബ്സോർബ്ഡ് ബൈ വില്ലൈ. ഇല്ലേ, നമ്മൾ ഡുവോഡിനത്തിനകത്ത് ഡൈജഷൻ പ്രോപ്പറായി നടന്നു, അതിനുശേഷം അബ്സോർബ് ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമേ ആർക്കുള്ളൂ? വില്ലൈക്കുള്ളൂ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇസ് സ്മോളർ ദാൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അല്ലേ, ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുമ്പോൾ പേര് പോലും മാത്രമല്ല, അത് ഒരു മിസ്നോമർ പോലെയാണ്. അപ്പോൾ പേര് കൊണ്ട് അത് വലുതാണെന്നില്ല, സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ് വലുത്. ദാറ്റ് മീൻസ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആയിരിക്കും കുഞ്ഞിതെന്ന് അർത്ഥം. ഈ അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ എന്ത് ചെയ്യും? ലാർജ് ഇൻറ്റസ്റ്റൈനകത്ത് നടക്കുക. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡുവോഡിനം വരെ എത്തിയവരേക്കും മാക്സിമം ഡൈജഷൻ നടന്നു. ഇനി അതിന് ശേഷം ജെജുനത്തിലേക്ക് എത്തി. ജെജുനത്തിനകത്ത് എന്താ നടക്കുന്നത്? ഡൈജഷൻ ഇല്ല, അവിടെ
അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തി അവിടെ എന്താ എത്തുന്നത്, ഒരു അൺഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെയാണ് അവിടേക്ക് എത്തുന്നത്. കുറച്ച് വാട്ടറും സോൾട്ടൊക്കെ എന്ത് ചെയ്യും, ഈ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൻ്റെ വാൾസ് ഒക്കെ അബ്സോർബ് ചെയ്തെടുക്കും. അതിനുശേഷം ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് നേരെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള റക്റ്റത്തിലേക്ക് പോകും. റക്റ്റം അതെന്ത് ചെയ്യും, ഏനസ് വഴി നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൽ ചെയ്യും അല്ലേ, നമ്മൾ ഡെഫിക്കേറ്റ് ചെയ്യും അല്ലേ, നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ ഡെഫിക്കേറ്റ് ചെയ്യും. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ അബ്സോർബ് എക്സസ് ഓഫ് വാട്ടർ. The rest of the material is removed from the body via anus. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനകത്ത് ബാക്കിയുള്ള വാട്ടറൊക്കെ എക്സസ് ആയിട്ടുള്ള വാട്ടറൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, നമ്മുടെ ഏനസ് വഴി അത് പുറത്തേക്ക് റിമൂവ് ചെയ്യും. അതിന് നമുക്ക് എന്ത് പറയാം, ഡൈജഷൻ എന്ന് പറയാം. അപ്പോൾ ഇതാണ് എന്ത്, നമ്മുടെ ഡൈജഷൻ്റെ ഓവറോൾ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഡൈജഷൻ നമ്മുടെ മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈസോഫാഗസ് വഴി പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് വഴി സ്റ്റൊമക്കിലേക്ക് എത്തിയതിന് ശേഷം അത് അവിടുത്തെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, പെപ്സിൻസ്, മ്യൂക്കസ് ഒക്കെ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ബൈലും പാൻക്രിയാസും കൂടെ എവിടേക്ക് എത്തി, ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് വഴി ഡുയോഡനത്തിലേക്ക് എത്തി. മാക്സിമം അബ്സോർപ്ഷൻ അവിടെ നടന്നു. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സും ഒക്കെ അവിടെ എന്ത് ചെയ്തു, അവിടെയൊക്കെ ഡൈജസ്റ്റഡ് ആയി. ഇനി അത് നെക്സ്റ്റ് എവിടെ എത്തി, നമ്മുടെ ജഠരത്തിലേക്ക് എത്തി. അവിടെ എന്തായില്ല, ഡൈജഷനൊന്നും നടക്കില്ല, അവിടെ അബ്സോർപ്ഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്തു. ഇനി ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് നെക്സ്റ്റ് എത്തി. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്താ നടക്കുന്നത്, അവിടെ നടക്കുന്നത് കുറച്ച് വാട്ടറൊക്കെ എക്സസ് ആയിട്ടുള്ള വാട്ടറും സോൾട്ട്സും ഒക്കെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്തിട്ട് ഇനി നേരെ അതിനെ രക്തത്തിലേക്ക് വഴി ഏനസ് വഴി എന്ത് ചെയ്യും, ഡെഫിക്കേഷന് വേണ്ടിയിട്ട് പുറത്തേക്ക് എക്സ്പെൽ ചെയ്തു. അപ്പോൾ ഇതാണ് ടോട്ടൽ ഓവറോൾ ആയിട്ട് ഒരു ഡൈജഷനിൽ നടക്കുന്ന പ്രോസസ്സ് ഒക്കെ. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഈസ് ക്ലിയർഡ് അല്ലേ. സോ സ്റ്റുഡൻസ്, ഹൗ വാസ് ദ ക്ലാസ്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിൽ തീർക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരിവൺ. താങ്ക് യു സോ മച്ച്.